ഹായ് ഫ്രണ്ട്സ്, ഞാൻ റീസെൻ്റായിട്ട് ഒരു ആപ്പിൾ മാക്ബുക്ക് എയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ആപ്പിൾ മാക്ബുക്ക് എയറിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ബേസിക് സെറ്റപ്പിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഐ നോ ഇൻ ഇൻ്റർനെറ്റ് ദർ ആർ ടൺസ് ഓഫ് വീഡിയോസ് ആർ അവൈലബിൾ ഓൺ ദിസ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ മാക്ബുക്ക് എയറിൻ്റെ അൺബോക്സിങ്ങും ബേസിക് സെറ്റപ്പും മലയാളത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാവുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ഞാൻ ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ആമസോണിൽ നിന്ന് ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക ഒരു വലിയ പാക്കറ്റായിരിക്കും. അത് സേഫ്റ്റി മെഷേഴ്സ് ഉദ്ദേശിച്ചിട്ടാണ് അവർ അങ്ങനെ ഒരു വലിയ പാക്കേജ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഔട്ടർ പാക്കേജ് ഈസ് എ ലിറ്റിൽ ക്രാപ്പി, ബട്ട് ഇറ്റ് സേവ്സ് പേർപ്പസ്. ഔട്ടർ പാക്കേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ ലാപ്ടോപ്പ് സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിനകത്ത് നമുക്ക് ലഭിക്കും. ആ ബോക്സിൽ നമുക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ കോമൺ ഒരു കോഡുണ്ട് ഈ പ്രോഡക്റ്റ് കാറ്റഗറിക്കുള്ള. ആ കോഡ് നമുക്ക് കാണാൻ പറ്റും. ഇന്നർ ബോക്സിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് മാനുഫാക്ചറുടെ പേര്, ആരാണ് ഇമ്പോർട്ട് ചെയ്തത്, ഏത് കാറ്റഗറിയിലാണ് ഈ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, നെറ്റ് വെയിറ്റ് എത്രയാണ്, കപ്പാസിറ്റി, പിന്നെ അതിൻ്റെ പ്രൈസ്, MRP ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻ അവർ ഈ ഇന്നർ പാക്കേജിൻ്റെ പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഇന്നർ ബോക്സിനകത്താണ് ശരിക്കും ആപ്പിളിൻ്റെ പാക്കേജ് അടങ്ങിയ മാക്ബുക്ക് എയറിൻ്റെ ബോക്സ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഔട്ടർ ബോക്സും പാക്കേജിംഗ് ബോക്സും ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് സേഫായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ വാങ്ങിയത് ആപ്പിൾ മാക്ബുക്ക് എയറിൻ്റെ സ്പേസ് ഗ്രേ 256 GB വേർഷനാണ്. മറ്റ് ഹയർ വേർഷൻസിന് ഓഫറോ ഈവൻ പ്രോഡക്റ്റ് പോലും ആമസോണിൽ അവൈലബിൾ ആയിരുന്നില്ല. ഈ ഒരു വേർഷൻ മാത്രമേ ഈ പ്രൈസിന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ പാക്കേജിന് പുറത്ത് ആസ് യൂഷ്വൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പ് കാണാൻ പറ്റും. നമുക്ക് ആ പ്ലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തിട്ട് മാക്ബുക്ക് എയർ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ പാക്കേജിൻ്റെ ടോപ്പ് കവർ മാറ്റുമ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കീപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. അത് പുറത്തെടുക്കാനായിട്ട് ഒരു ചെറിയ സ്ട്രിപ്പ് എക്സ്റ്റെൻഡഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാങ് ചെയ്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് ഈസി ആയിട്ട് ബോക്സിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രോഡക്റ്റ് സ്പേസ് ഗ്രേ വേരിയൻ്റ് ആണെങ്കിലും ഫസ്റ്റ് ടൈം ഈ പ്രോഡക്റ്റ് നമ്മൾ കാണുമ്പോൾ ഇത് സിൽവർ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ആക്ച്വലി സ്പേസ് ഗ്രേ എന്ന് പറയുന്ന എലമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഗ്രേയിഷ് ടച്ച് കുറവാണ് ആക്ച്വലി. പക്ഷേ വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് എ സിൽവർ വേരിയൻറ്റ് യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ദ ഡിഫറൻസ്. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്സും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ് സ്പേസ് ഗ്രേ വേർഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് അൺറാപ്പ് ദി ആപ്പിൾ മാക്ബുക്ക് എയർ M1. നമുക്ക് ആ പ്ലാസ്റ്റിക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 30 വാട്ടിൻ്റെ ആപ്പിളിൻ്റെ ചാർജർ ലഭിക്കും. ഒരു USB C to C കണക്ഷൻ കേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഓപ്പൺ അപ്പ് ദി ആപ്പിൾ മാക്ബുക്ക് എയർ. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്ക്രീനിൻ്റെ പുറത്ത് വീണ്ടും ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിക്ക് ചെറിയൊരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള സ്ക്രീൻ ഡിസ്പ്ലേ ആവും. നമുക്ക് ആപ്പിൾ മാക്ബുക്ക് എയർ സെറ്റപ്പ് ചെയ്യുന്നതിന് അറൗണ്ട് ഒരു 11 to 12 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഗ്വേജ് കോൺഫിഗർ ചെയ്യുന്നതാണ്. എല്ലാ ലാംഗ്വേജസും ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കൺട്രി സെലക്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജസ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രിഫേർഡ് ലാംഗ്വേജസ് ഉണ്ട്. കീബോർഡ് ഏത് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഡിക്റ്റേഷൻ. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. അത് ആക്സസിബിലിറ്റി ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിനുശേഷം നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് വരിക. അതിൽ വൈഫൈ കണക്ട് ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. ദെൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലായിട്ട് വരുന്നത് ഒരു മൈഗ്രേഷൻ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസേഴ്സിന് നേരത്തെ ഒരു മാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മാക്കിൽ നിന്നുള്ള ഡേറ്റ പുതിയ
കമ്പ്യൂട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. ഈവൻ വിൻഡോസ് മെഷീനിലുള്ള ഡേറ്റ പോലും ഈ ആപ്പിളിൻ്റെ മൈഗ്രേഷൻ അസിസ്റ്റൻ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പുതിയ മാക്കിലോട്ട് മാറ്റാവുന്നതാണ്. മൈഗ്രേഷൻ അസിസ്റ്റൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നോട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ആപ്പിൾ ID യൂസ് ചെയ്തിട്ട് നമ്മളത് ലോഗിൻ ചെയ്യണം. ഫസ്റ്റ് ടൈം ആപ്പിൾ എക്കോ സിസ്റ്റത്തിലോട്ട് വരുന്നവർക്കാണെങ്കിൽ പുതിയൊരു ആപ്പിൾ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതല്ല നമ്മൾ നേരത്തെ ഐഫോണോ ഐപാഡോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ആപ്പിൾ ID ഉണ്ടാവും. അവർക്ക് ആ എക്സിസ്റ്റിംഗ് ആപ്പിൾ ID യൂസ് ചെയ്ത് തന്നെ ഇതിനകത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ആപ്പിളിൻ്റെ ഒരു 2-factor authentication എനേബിൾ ആണെങ്കിൽ, അതായത് നിങ്ങൾ നേരത്തെ ഒരു ഐഫോണോ ഐപാഡോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു യൂസർ ആണെങ്കിൽ 2-factor authenticationൻ്റെ പാർട്ടായിട്ട് ഒരു കോഡ് നിങ്ങൾക്ക് ലഭിക്കും. ആ കോഡ് ഈ സ്ക്രീനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുക. അത് എഗ്രി ചെയ്യുക. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ കമ്പ്യൂട്ടർ അക്കൗണ്ട്, ലോഗിൻ അക്കൗണ്ട് പോലെ വിൻഡോസിൽ നമ്മൾ ലോഗിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരു കമ്പ്യൂട്ടർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നെയിം, അക്കൗണ്ട് നെയിം എന്ത് കൊടുക്കണം. യു ക്യാൻ ഓൾസോ സെറ്റ് യുവർ പാസ്വേഡ്. യു ക്യാൻ ഹാവ് എ സ്മോൾ ഹിൻറ്റ് അബൌട്ട് യുവർ പാസ്വേഡ്. അത്രയും ഇൻഫർമേഷൻ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 9 കുറച്ച് ഓപ്ഷണൽ കോൺഫിഗറേഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ലൊക്കേഷൻ സർവീസസ് ടേൺ ഓൺ ചെയ്യാം, സിറി എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. പിന്നെ കുറച്ച് അനാലിറ്റിക്സ് നമുക്ക് ആപ്പിളിന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോൺഫിഗറേഷൻസ് എനേബിൾ ചെയ്യാം. മേ ബി വി ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ് റൈറ്റ് നൗ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നെക്സ്റ്റ് നമ്മൾ 10th സ്റ്റെപ്പായിട്ട് വരുന്നത് ഫയൽ വോൾട്ട് ഡിസ്ക് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ മാക്ബുക്കിലെ ഡിസ്ക് എൻക്രിപ്റ്റ് ചെയ്യണോ എന്നുള്ള കോൺഫിഗറേഷനാണ് ഈ സ്റ്റെപ്പിൽ വരുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് സജസ്റ്റബിൾ ടു എൻക്രിപ്റ്റ് ദ ഡേറ്റ. ഈ സ്റ്റെപ്പിൽ നമുക്ക് ഡിസ്ക് എൻക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ചെക്ക് ബോക്സസ് സെലക്ട് ചെയ്യുക. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡിസ്ക് അൺലോക്ക് ചെയ്യുന്നതിന് നമ്മുടെ ഐക്ലൗഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കണോ എന്നുള്ള ഒരു കോൺഫിഗറേഷൻ കൂടെ ഈ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമുക്ക് ടച്ച് ID എനേബിൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കീബോർഡിൽ തന്നെ ടച്ച് ID എനേബിൾ ചെയ്യുന്നതിനുള്ള ഒരു ബട്ടൺ ഉണ്ട്, ടച്ച് ID യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസിൽ വയ്ക്കുമ്പോൾ ടച്ച് ID ക്രിയേറ്റ് ആവും. ടച്ച് ID കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് കോൺഫിഗറേഷൻ. ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടുന്ന കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത് ഇത്രയും സ്റ്റെപ്സ് മാത്രമാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അഡീഷണൽ കോൺഫിഗറേഷൻസ്, സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് മെനു എടുത്തതിന് ശേഷം ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. വൈഫൈ, ബ്ലൂടൂത്ത്, നോട്ടിഫിക്കേഷൻസ്, സൗണ്ട്സ്, ഡിസ്പ്ലേ, ഫോക്കസ്, അപ്പിയറൻസ്, തീം, എവറിഥിങ് യു ക്യാൻ ചേഞ്ച് ഇറ്റ് ത്രൂ ദിസ്. ശരിക്കും വിൻഡോസിൽ നിന്ന് നമ്മൾ മാക്കിലോട്ട് വരുമ്പോൾ ശരിക്കും നമുക്കൊരു ഡിഫറെൻറ്റ് ഒരു ബ്രൗസിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് ടൈം ഒരു ഐഫോൺ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഐപാഡ് വാങ്ങുമ്പോൾ ഉള്ള ഒരു സെയിം എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുക. ജനറൽ സെറ്റിങ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാറൻറ്റി ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അബൌട്ട് അവർ പ്രോഡക്റ്റ്, നമ്മൾ ഏത് വേർഷനാണ്, എത്ര മെമ്മറി ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തത് 8 GB മെമ്മറിയുള്ള മാക്ബുക്ക് എയർ ആണ്. വാറൻറ്റി നമ്മൾ എന്ന് എൻഡ് ആകും എന്നുള്ള ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് സജസ്റ്റബിൾ ടു ഗോ ഫോർ ആൻ എക്സ്റ്റെൻഡഡ് വാറൻറ്റി. പിന്നെ മാക്ബുക്ക് എയറിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെ കാണാനും പറ്റും. ഈവൻ നമ്മുടെ ഐഫോൺ പോലും മാക്ബുക്കിൻ്റെ ഒരു വെബ് ക്യാമ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ ആപ്പിളിൻ്റെ ഡിഫോൾട്ട് കോൺഫിഗറേഷൻസ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കത് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ചാനലിൽ മലയാളത്തിലുള്ള ഇതുപോലെയുള്ള ഗാഡ്ജറ്റ്സിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് ആയിരിക്കും വരിക. ഇത് എൻ്റെ മലയാളം യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മലയാളത്തിലുള്ള വീഡിയോസ് താല്പര്യമാണെങ്കിൽ you can subscribe. So that's it, folks. This was a small video on the quick unboxing and the basic setup of
Apple MacBook Air M1. Thank you so much for watching this video, and stay tuned for similar sort of contents. Have a nice day ahead.